മലപ്പുറത്ത് കൊട്ടിക്കലാശത്തിനിടെ സംഘർഷമുണ്ടായിരിക്കുന്നതിന്റെ വിവരങ്ങളുമായി കെട്ടി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് മലപ്പുറത്തടക്കം പരസ്യ പ്രചാരണത്തിന് സമാപനമാകാനുള്ളത്. എന്താണിപ്പോൾ അവിടെ സംഭവിച്ചത്? ആരാണ് പ്രശ്നമുണ്ടാക്കിയത്? വലിയ ആവേശം നിറഞ്ഞ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നമുക്ക് മലപ്പുറത്ത് എല്ലായിടത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ ഒരു ആവേശം നമുക്ക് ഈ അവസാന മണിക്കൂറുകളിലും കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായത്. പള്ളിമുക്കിൽ പൂക്കോട്ടൂർ പള്ളിമുക്കിൽ ഇപ്പോൾ ചേരിതിരിഞ്ഞ് ഇരുവിഭാഗവും ഏറ്റുമുട്ടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വളരെ ശാന്തമായി രണ്ട് പ്രവർത്തകരും രണ്ട് ഭാഗങ്ങളിലായി നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പ്രവർത്തകർ അവരുടെ വാഹനവുമായി ഈ ഭാഗത്തേക്ക് നീങ്ങിയത്. ഇതാണ് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാക്കിയത്. വലിയ പ്രതിഷേധം പ്രവർത്തകർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുമൊക്കെ ഉണ്ടായി. കയ്യാങ്കളി ഉണ്ടായി. സ്ഥാനാർത്ഥികൾ ഒക്കെ ഇവിടെ ഇതിനോടൊപ്പം ഉണ്ട്. പക്ഷെ നേതാക്കളൊന്നും അത് ഒന്ന് തടയാൻ പോലും തയ്യാറായില്ല. വലിയ ആവേശവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സംഘർഷം താൽക്കാലികമായി അവസാനിച്ചിട്ടുണ്ട്. UDF പ്രവർത്തകരുടെ വാഹനം ഇതുവഴി കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധമാണ് ഈ പ്രവർത്തകർ നടത്തിയത്. പ്രത്യേകിച്ച് അവർ നിന്നിരുന്ന ഭാഗത്തേക്ക് കയറിയതാണ് LDF പ്രവർത്തകർ ഇങ്ങനെ പ്രതിഷേധിക്കാനുണ്ടായ ഒരു സാഹചര്യം. ഇപ്പോഴും ആ സംഘർഷാവസ്ഥ പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല. സമാധാനപരമായി വന്ന LDFന്റെ ഈ റാലിയിലേക്ക്, കൊട്ടിക്കലാശത്തിലേക്ക് UDF പ്രവർത്തകർ അതിക്രമിച്ചു കയറി. അതാണ് ഒരു തരത്തിലുള്ള ഈ സംഘർഷത്തിലേക്ക് ഇടവെച്ചത്, അല്ലേ? ശരിയായ വസ്തുത. അത് ഒന്നിച്ചു ചേർന്നതാണ് ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയതും ഒരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ പോയതാണ്. ഏതായാലും ഇപ്പോൾ ഈ പോലീസിന്റെ ഇടപെടൽ വേണ്ടി വരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു സമാധാന അന്തരീക്ഷമായി മാറിയിട്ടുണ്ട് അവിടെ. നിലവിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയത് UDF പ്രവർത്തകർ, ലീഗ് പ്രവർത്തകർ തന്നെയാണല്ലേ? പോലീസ് ഇവിടെ ഇല്ല. ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നഗരങ്ങൾ കേന്ദ്രീകരിച്ചൊന്നും ഇത്തരത്തിലുള്ള പരിപാടികൾ വേണ്ട, റോഡുകൾ ബ്ലോക്ക് ചെയ്ത പരിപാടികൾ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഗ്രാമീണ മേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തകർ ചെറിയ തോതിൽ പരിപാടി നടത്തുന്നതിന് തടസ്സമില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ ഭാഗമായാണ് പൂക്കോട്ടൂർ പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള സംഘർഷത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്, അല്ലേ? നിലവിൽ വലിയ തരത്തിലുള്ള ആവേശം എല്ലാ മുന്നണി പ്രവർത്തകർക്കും ഇടയിലുമുണ്ട്. കൊട്ടിക്കലാശം മറ്റ് സ്ഥലങ്ങളിലെ ഒരു സ്ഥിതി എങ്ങനെയാണ് മലപ്പുറത്തെ? ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. നഗരത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ശാന്തമായി പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലൊക്കെ പോയി. ഇപ്പോഴും കലാശക്കൊട്ടിന്റെ അവസാന മണിക്കൂറുകളിലേക്കൊക്കെ കടക്കുകയാണ്. വലിയ ആവേശം ജില്ലയിൽ എല്ലാ ഭാഗത്തുമുണ്ട്. പക്ഷേ റോഡുകൾ ബ്ലോക്കാക്കിയുള്ള നഗരം കേന്ദ്രീകരിച്ചുള്ള പരിപാടികൾ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതിനിടെയാണ് ഈ പൂക്കോട്ടൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകുന്ന പള്ളിമുക്ക് എന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടായത്.